ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സാൽവ ആഡിയോസിൻ്റെ ഒരു സബ് ഫിൽറ്ററാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു സബ് ഫിൽറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്, കോമ്പാക്റ്റ് ആണ്. നമ്മുടെ കൈക്കുള്ളിലിരിക്കുന്ന രീതിയിൽ വളരെ കോമ്പാക്റ്റ് ആണ്. കൂടാതെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പാമ്പ് ഐ സി JRCയുടെ 45584558 എന്ന് പറയുന്ന 2 ഓപ്പാമ്പ് ഐ സി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകു സൈഡിൽ SMD വരുന്നുണ്ട്. കാര്യം ഇത് ബോർഡ് ചെറുതാക്കുന്നതിന് വേണ്ടി SMD കമ്പോണൻസും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുതാണ്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് കമ്പോണൻസ് ആണ് വരുന്നത്. കുറച്ച് കപ്പാസിറ്ററും 2 ഓപ്പാമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ SMD കമ്പോണൻസും വരുന്നുണ്ട്. വളരെ ചെറിയൊരു ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ട ഒരു പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് പവർ സപ്ലൈ കൊടുക്കേണ്ടത്. പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ടാണ് കൊടുക്കാനുള്ളത്. AC സപ്ലൈ അല്ല, DC സപ്ലൈ തന്നെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട് അവർ വളരെ വ്യക്തമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു 27 ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിച്ച് ആമ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് തന്നെ DC സപ്ലൈ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സബ്വൂഫറിൻ്റെ ആമ്പിന് കൊടുക്കുന്ന അതേ സപ്ലൈനെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഹൈ വോൾട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 റെസിസ്റ്റേഴ്സും കൂടാതെ തന്നെ 2 സെനർ ഡയോഡും ഇവിടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാവും. നമ്മൾ ഹൈ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 റെസിസ്റ്റർ ചെറുതായിട്ട് ചൂടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഈ 1K5ൻ്റെ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു 1 വാട്ട് അല്ലെങ്കിൽ 2 വാട്ടിൻ്റെ, ഇതിപ്പോൾ 1 വാട്ടാണ്, 2 വാട്ടിൻ്റെ റെസിസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഹൈ വോൾട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം പറഞ്ഞതാണ്. അല്ല നോർമലി സാധാഗതിയിൽ നിങ്ങളൊരു 15 റെഗുലേറ്റ് ചെയ്തതിൽ കൊടുത്താൽ മതി. അതാണ് നല്ലത്. കാര്യം ഇതിനകത്തിപ്പോൾ 15 എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ റെഗുലേറ്റർ പവർ സപ്ലൈ ആവശ്യമാണ്. റെഗുലേറ്റ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതും എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിയോ സംബന്ധമായിട്ട് നമ്മൾ നോക്കുമ്പോൾ റെഗുലേറ്റ് ചെയ്തൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ചില ബ്രാൻഡഡ് ആംപ്ലിഫയറുകൾ നമ്മൾ തുറന്നു നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് കൊടുക്കുന്ന ഫുൾ പവർ സപ്ലൈ എല്ലാം റെഗുലേറ്റഡ് ആയിരിക്കും. കാര്യം അത് ഒരു വോൾട്ടേജ് വ്യതിയാനം വന്നിട്ട് സൗണ്ടിനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരതങ്ങനെ ചെയ്തിട്ട് ഫുൾ റെഗുലേറ്റഡ് സപ്ലൈ ആയിരിക്കും. അപ്പെക്സിൻ്റെയൊക്കെ ചില ബോർഡുകൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സർക്യൂട്ടൊക്കെ കാണാൻ പറയാൻ പറ്റും. അതിന് വേണ്ടി സെപ്പറേറ്റ് റെഗുലേറ്റഡ് സപ്ലൈ സർക്യൂട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ പവർ ആമ്പുകൾ, ചില ബ്രാൻഡിൻ്റെ പവർ ആമ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള റെഗുലേറ്റഡ് പവർ സപ്ലൈകൾ. അപ്പോൾ അത് സൗണ്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു കാര്യത്തിനും ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ വോൾട്ടേജിൻ്റെ വ്യതിയാനം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നിങ്ങൾ ഒരു 20/20 റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 15/15 നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് താഴോട്ട് പോകരുത്. കാര്യം ഇവിടെ സേനാർ അവർ ഇട്ടിട്ട് 15 വോൾട്ടിൻ്റെ 2 സേനാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ 15 വോൾട്ടിന് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സർക്യൂട്ട് വർക്ക് ആവില്ലെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും 15/15 റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ 20/20 റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഹൈ വോൾട്ട് 27/27 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വോൾട്ടേജ് DC സപ്ലൈ ആക്കി വരുമ്പോൾ ഒരു 34 വോൾട്ടോളം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെ അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നല്ല ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് രണ്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം 2 വാട്ടിൻ്റെ 2 റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് JRCയുടെ 2 ചെറിയ ഓപ്പാമ്പ് വരുന്നുണ്ട്. ഈ ഒരു JRCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ JRC ഓപ്പാമ്പുകൾ അത്യാവശ്യം ഈ 4558 എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡഡ് സബ്വൂഫറുകൾ അഴിച്ച് നോക്കുമ്പോൾ, അതായത് അതിനകത്തുള്ള ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ ഫിൽറ്റർ സെക്ഷനിൽ ഇതുപോലത്തെ JRCയുടെ SMD ചിപ്പുകൾ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ JRCയുടെ ചിപ്പുകൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ JRCയുടെ ചിപ്പ് ഓപ്പാമ്പ് വെച്ചിട്ട് നമ്മൾ സബ്വൂഫറിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഭൂമി എഫക്റ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു എഫക്റ്റ് നമുക്ക് സബ്വൂഫറിൽ നിന്ന് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പവർ ആമ്പ് നല്ലതായിരിക്കണം. പവർ ആമ്പ് ഈ പറയുന്ന സബ്വൂഫറിന് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ നല്ലതായിരിക്കണം. പവർ സപ്ലൈ അടിപൊളിയായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം JRC 4558 എന്ന് പറയുന്ന ഒരു സബ് ഫിൽറ്റർ, അല്ലെങ്കിൽ ഈ ഓപ്പാമ്പ് വെച്ചിട്ടുള്ള സബ് ഫിൽറ്ററുകളെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിനും ഈ പറയുന്ന പോലെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. നല്ല അടിപൊളി പവർ സപ്ലൈ, നല്ല അടിപൊളി ഒരു ബോർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു JRC 4558 വെച്ചിട്ടുള്ള സബ് ഫിൽറ്ററിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ AB ഇലക്ട്രോണിക്സിൻ്റെ സബ്വൂഫറിൻ്റെ ഫിൽറ്ററുണ്ട്. ആ സബ്വൂഫറിൻ്റെ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ തരുന്നത് NE5532 ആണ് അവർ ഇട്ട് തരുന്നത്. പക്ഷേ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് 4558 ഈ പറയുന്ന TLS72 യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഈ 3 IC വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഈ 4558
വച്ചിട്ടുള്ള IC ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IC വച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നല്ല പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോ ലെവലിൽ വരുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത് ഈ ഒരു IC-യിൽ കിട്ടുന്ന വേറൊരു IC-യിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് അതിങ്ങനെ കണ്ടിട്ടില്ല. കാര്യം ഈ സിനിമയൊക്കെ കാണുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് പാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മലയാളം പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നോർമലി ഇടുന്ന പാട്ടുകളാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇംഗ്ലീഷ് പാട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതിലെ ഒരു ബാസ് എന്ന് വെച്ചാൽ പ്രത്യേകതയാണ്. കുറച്ചും കൂടി ലോ ലെവലിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സബ് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 45-88 യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പെർഫോമൻസ് എടുത്തുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സബ് ഫിൽറ്റർ നല്ലൊരു പെർഫോമൻസ് ഈ 2 JRCയുടെ ഓപ്പാമ്പ് ഞാൻ മാറ്റി നോക്കിയിട്ടില്ല, ഇതിൽ മാറ്റി നോക്കിയിട്ടില്ല. കാര്യം ഇതിൽ ഞാൻ മാറ്റി നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാര്യം ഈ ഒരു ഓപ്പാമ്പ് ഇതിനകത്ത് അടിപൊളിയാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിൽറ്റർ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഈ കൺട്രോൾ കിട്ടത്തില്ല. ആ കൺട്രോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തതാണ്. കൺട്രോൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാനിത് മാറ്റും, ഇത് ഇളക്കി മാറ്റിയിട്ട് വേറെ കൺട്രോൾ ഇടും. ജസ്റ്റ് കൈ കിട്ടിയ ഒരു കൺട്രോൾ എടുത്ത് ജസ്റ്റ് ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോഡക്റ്റ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ അത് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെക്കാട്ടി ആ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കൺട്രോളിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെയാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്, സിഗ്നലിംഗ് ഗ്രൗണ്ട്. ഇപ്പോൾ സിഗ്നലിംഗ് ഗ്രൗണ്ടും ഔട്ട്പുട്ട് നമ്മൾ എടുത്ത് സബ് വൂഫറിൻ്റെ ബോർഡിലോട്ട് കൊടുക്കുമ്പോൾ സിഗ്നലിംഗ് ഗ്രൗണ്ട് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഒന്നുകിൽ തിരിഞ്ഞ് എന്നൊരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്ന് സൈലൻ്റ് ആയിരിക്കും, പാട്ടൊന്നും കേൾക്കില്ല, ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് തിരിഞ്ഞ് പോവാതെ നോക്കുക. പിന്നെ വളരെ കോമ്പാക്റ്റാണ്, ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എൽക്കോണാണ്, ഈ അപ്പായി എന്ന് പറഞ്ഞൊരു കൺട്രോൾ ഉണ്ട്, സിംഗിൾ ഔട്ടുള്ള കൺട്രോൾ കിട്ടും, അല്ലെങ്കിൽ DL ഔട്ടുള്ള അപ്പായി എന്ന് പറയുന്ന ഒരു കൺട്രോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ലോഗ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇത് B100K ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ A സീരീസിൽ A47 A22 എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ കിട്ടും. അത് നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ചെവിയിൽ കേട്ടനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓളിയം കൺട്രോളിൻ്റെ ലോഗ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് ലീനിയർ കൺട്രോളാണ്, ലോഗ് കൺട്രോൾ ഇട്ടാൽ കുറച്ചും കൂടെ സൂപ്പറായിരിക്കും. എല്ലാ കടയിലും കിട്ടില്ല. നമുക്ക് SM ഇലക്ട്രോണിക്സിൽ അതിൻ്റെ ലോഗ്, ഈ അപ്പായി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലോഗ് കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് വാങ്ങാവുന്നേ ഉള്ളൂ. വലിയ വിലയൊന്നുമില്ല, 15 രൂപയോ 20 രൂപയോ എന്തോ ഉള്ളൂ അതിന്. ആ ലോഗ് കൺട്രോൾ വാങ്ങി ഇട്ട് നോക്കി നമ്മൾ കറക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിരിക്കും. ഇപ്പോൾ ഇത് എൽക്കോൺ ആണെങ്കിൽ നമ്മൾ കറക്കുന്ന സമയത്ത് ആ ഒരു അപ്പായിയിൽ കിട്ടുന്നൊരു സ്മൂത്ത്നെസ് ഇല്ല. അപ്പായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ടാണ് കറങ്ങുന്നത്. കൊള്ളാം, നല്ലൊരു പ്രോഡക്റ്റാണത് അപ്പായിയുടെ കൺട്രോൾ. നിങ്ങൾ അത് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഫിൽറ്ററിലല്ല, ഏത് ഫിൽറ്ററിലായാലും. അപ്പോൾ ഈ ഫിൽറ്റർ നല്ലതാണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം, കൊള്ളാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.